വാഴക്കാട്ടെ ഈ ചെറിയ മുറിക്കുള്ളിൽ നിന്ന് തൻ്റെ നൂറെ അജ്മീർ സംഘത്തോട് അതിൻ്റെ നായകൻ വലിയുദ്ദീൻ ഫൈസി സമസ്തയുടെ ആഹ്വാനം കൈമാറി. സമസ്ത 100ാം വാർഷികത്തിൻ്റെ ഭാഗമായ തഹിയ ഫണ്ട് നിങ്ങൾ ഏറ്റെടുക്കണം. വരും തലമുറക്കുള്ള നീക്കിവെപ്പാണിത്. നിങ്ങളാൽ കഴിയുന്നത് നൽകണം. പിന്നീട് നടന്നതെല്ലാം അത്ഭുതമായിരുന്നു. സമസ്തക്ക് ലഭിച്ച ആ 50 കോടിയോളം രൂപയിൽ ആദ്യഘട്ടം നൂറെ അജ്മീർ സംഘം ഓൺലൈനിലൂടെ നൽകിയത് 76 ലക്ഷം രൂപ, ഓഫ്ലൈൻ അടക്കം 80 ലക്ഷം രൂപ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ തങ്ങളാലാവുന്നത് തഹിയയിലേക്ക് നൽകി. ഈ തഹിയ കൊണ്ട് സമസ്ത എന്താണ് ചെയ്തത്? സമ്മേളന ശേഷം എന്തെങ്കിലും നീക്കം നടത്തിയോ? പ്രിയപ്പെട്ടവരെ, ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വാഴക്കാട് വലിയ ജമാഅത്ത് പള്ളിയുടെ മുൻപിലാണ്. ഇവിടെ നിന്ന് നൂറെ അജ്മീറിൻ്റെ നായകനായിട്ടുള്ള ഉസ്താദ് വലിയുദ്ദീൻ ഫൈസിയും മൊയ്ൻകുട്ടി മാസ്റ്റർ ഉൾപ്പെടെയുള്ള സംസ്ഥയുടെ നേതാക്കൾ, ഈ പ്രദേശത്തെ മഹല്ല് ഭാരവാഹികൾ, ഒപ്പം നൂറെ അജ്മീറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും കൂടി വാളയാറിലേക്കൊരു യാത്ര പോവുകയാണ്. വാളയാറിൽ എന്താണ് കാര്യമെന്നല്ലേ, സമസ്ത 100ാം വാർഷികത്തിൻ്റെ ഭാഗമായുള്ള പദ്ധതികളാണ് തമിഴ്നാട് വിദ്യാഭ്യാസ പദ്ധതികൾ. കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് വാളയാർ പുഴയുടെ തീരത്ത് 5.5 ഏക്കർ സ്ഥലത്ത് വിപുലമായ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഇവിടം ഒരുങ്ങുകയാണ്. പദ്ധതി പ്രദേശത്ത് ഇരുനില കെട്ടിടം ഉയർന്നു കഴിഞ്ഞു. അവസാന മിനുക്കുപടികൾ കഴിഞ്ഞാൽ വരുന്ന അധ്യയന വർഷം മുതൽ ഇവിടെ ക്ലാസുകൾ ആരംഭിക്കും. 8 ക്ലാസ് മുറികളോട് കൂടിയ എല്ലാ സൗകര്യവുമുള്ള ഈ കെട്ടിടം നൂറെ അജ്മീർ സംഘം ഉൾപ്പെടെ സമസ്തയുടെ അഭ്യുദയകാംക്ഷികൾ നൽകിയ സംഭാവനകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയതാണ്. ഇത്തരത്തിൽ 3 കെട്ടിടങ്ങളാണ് ഇവിടെ ഉയരുക. ഈ സംരംഭം സന്ദർശിക്കുന്നതിനാണ് ഈ യാത്ര. റമദാനിൻ്റെ തൊട്ട് മുമ്പ് സമസ്തയുടെ പരിശുദ്ധമായ തഹിയ ഫണ്ട് മഹത്തുക്കളായ സമസ്തയുടെ നേതാക്കന്മാർ വാഴക്കാട് വന്ന് വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ബഹുമാനപ്പെട്ട വാഴക്കാട് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളും നൂറെ അജ്മീറിലെ സഹോദരന്മാരും സഹോദരിമാരും ഒത്തുചേർന്ന് നിന്ന് ആ തഹിയ ഫണ്ടിനെ നെഞ്ചിലേറ്റുകയും ആത്മാർത്ഥമായി അതിനെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് 80 ലക്ഷത്തിലപ്പുറം പരിശുദ്ധമായ തഹിയ ഫണ്ടിലേക്ക് നൽകാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഞങ്ങളത് ഏൽപ്പിക്കുകയും അവരത് 110 വിശ്വാസത്തോടുകൂടെ അവരാ പണം ഒരു രൂപ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെ അവർ വാളയാറിൽ പരിശുദ്ധമായ ദീനീ സംരംഭങ്ങൾക്ക് ചിലവാക്കിയിരിക്കുകയാണ്. അത് കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും വാഴക്കാട് ബഹുമാനപ്പെട്ട ജമാഅത്ത് ഭാരവാഹികളും നൂറെ അജ്മീറിലെ സഹോദരന്മാരും വേണ്ടപ്പെട്ടവരൊക്കെ വാളയാറിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഭംഗിയോടുകൂടെ റാഹത്തോടുകൂടെ യാത്ര ചെയ്ത് കണ്ട് സന്തോഷത്തിൽ മടങ്ങി വരാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തഹിയ ഫണ്ടിലേക്ക് ഓരോരുത്തരും നൽകിയ ഓരോ രൂപയും അത് ഹക്ക് പോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ സന്തോഷം. അൽഹംദുലില്ലാഹ്. തഹിയ ഫണ്ട് ഉസ്താദിനോട് വന്ന് ഞാനും സാബിക് അലി ശിഹാബ് തങ്ങളും നമ്മുടെ മറ്റ് നേതാക്കളോട് വന്ന് ഇങ്ങനെ വിഷയം പറഞ്ഞത് വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും അന്ന് തന്നെ അനൗൺസ് ഉണ്ടാവുകയും ചെയ്തു നൂറെ അജ്മീറിലൂടെ. അൽഹംദുലില്ലാഹ്, വലിയ പ്രതികരണം, വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ആ ഫണ്ടിൻ്റെ മുന്നേറ്റം ഉണ്ടായിരുന്നത്. ഒരാഴ്ച കൊണ്ട് ഉസ്താദ് പറഞ്ഞ മാതിരി 80 ലക്ഷത്തിലധികം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു. അന്ന് തന്നെ ബഹുമാനിയായ സാബിക് അലി തങ്ങളായിരുന്നു ഈ തഹിയയുടെ കൺവീനർ, ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനർ. തങ്ങളും ഞാനും പറഞ്ഞിരുന്നു ഉസ്താദിനോട് നമ്മുടെ തമിഴ്നാട് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വാളയാറ് സ്ഥാപിക്കുന്ന നമ്മുടെ ജാമിയ കലിമ ത്വയ്യിബ ആ വിദ്യാഭ്യാസ സമുച്ചയത്തിന് വേണ്ടി ഈ നൂറെ അജ്മീറിൻ്റെ പേരിൽ അവിടെ ഒരു ബ്ലോക്ക് ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് നടത്താം എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് നേതാക്കളോട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ നേതാക്കളും അത് അംഗീകരിച്ചു. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉസ്താദിനോടും കമ്മിറ്റിക്കാരോടും നേരത്തെ പറഞ്ഞിരുന്നു അവിടെ നമുക്കൊന്ന് സന്ദർശിക്കണം. ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തിയ രീതിയും അതിലെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാലോ. അങ്ങനെയാണ് ഇന്ന് അവിടെ പ്രത്യേക ഒരു കമ്മിറ്റി പോലും ഇതിനുവേണ്ടി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഉസ്താദുമാർ MT ഉസ്താദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ ഓൾറെഡി കമ്മിറ്റിയിൽ കാത്തിരിക്കുന്നതാണ്. ഞങ്ങളിവിടുന്ന് ഇൻഷാ അല്ലാഹ് ബഹുമാനിയ കണ്ണീത്ത് ഉസ്താദിൻ്റെ മഖബറ സിയാറത്ത് ചെയ്തുകൊണ്ട് യാത്ര ആരംഭിക്കുകയാണ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ. അൽഹംദുലില്ലാഹ്, ഈ ശുഭ മുഹൂർത്തത്തിൽ വളരെ സന്തോഷമുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പം പിന്നെ നമ്മൾ നേരെ കണ്ണീത്ത് ഉസ്താദിൻ്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തി അവിടെ നിന്നാണ് നമ്മൾ ബസ്സിലേക്ക് തിരിക്കുന്നത്.
വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ 30ഓളം വരുന്ന സംഘമാണ് വലിയുദ്ദീൻ ഫൈസിയോടും മോയിൻകുട്ടി മാസ്റ്റർക്കും ഒപ്പം യാത്ര തിരിച്ചത്. പാലക്കാടിന്റെ ചുട്ടുപൊള്ളുന്ന 38 ഡിഗ്രി ചൂടിൽ ഉച്ചയോടെ പദ്ധതി പ്രദേശത്ത് യാത്രാ സംഘം എത്തി. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വാളയാറിലെ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ നേതാക്കളും ഉസ്താദുമാരും എല്ലാവരും വാഴക്കാട് നിന്നും വാളയാറിലേക്കുള്ള ആ ഒരു യാത്രയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങിയാണ്. അതിനുശേഷം നമ്മളിവിടുത്തെ കാഴ്ചകളും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ വിവരങ്ങളും കാഴ്ചകളും കാണാം. ആ 5.5 ഏക്കറിൽ തല ഉയർത്തി നിൽക്കുന്ന കെട്ടിടം അവർ കൺകുളിർക്കെ കണ്ടു. യാത്രികരെ സ്വീകരിക്കാൻ സമസ്തയുടെ സമുന്നത നേതാക്കളായ MT അബ്ദുള്ള മുസ്ലിയാർ, ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർ, പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, ഡോക്ടർ NAM അബ്ദുൽ ഖാദർ തുടങ്ങിയവർ നേരത്തെ തന്നെ എത്തി. തുടർന്ന് മഹല്ല് ഭാരവാഹികളെ ഉൾപ്പെടുത്തി വിപുലമായ യോഗം. പദ്ധതിയുടെ രേഖാചിത്രങ്ങൾ നേതാക്കൾ യാത്രികരെ കാണിച്ചു. ഉസ്താദ് വലിയുദ്ദീൻ ഫൈസി ഏവരെയും അത്ഭുതപ്പെടുത്തി മറ്റൊരു പ്രഖ്യാപനവും ആ യോഗത്തിൽ നടത്തി. നേരത്തെ കൈമാറിയ 80 ലക്ഷത്തിന് പുറമെ 1 കോടി രൂപയാക്കി തഹിയയിൽ നൂറെ അജ്മീറിന്റെ സംഭാവന വർദ്ധിപ്പിച്ചു നൽകുമെന്ന്, അതിനായി തന്റെ സംഘത്തോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പദ്ധതി പ്രദേശത്തെ മാവിൻ തോട്ടത്തിലെ തുറന്ന സ്ഥലത്തിരുന്ന് അവർ അനുഭവങ്ങൾ പങ്കുവച്ചു. അങ്ങനെ വാഴക്കാട് നിന്നും വാളയാറിലെത്തിയ നമ്മുടെ ഈ ഒരു യാത്രയിൽ ഈ ക്യാമ്പസും ഈ സ്ഥലവും ഒക്കെ നമ്മളിങ്ങനെ ചുറ്റി കണ്ട് ഇവിടെ മനോഹരമായൊരു മാന്തോപ്പുണ്ട്. അവിടെ ഞങ്ങളെല്ലാവരും അസറിന് ശേഷമുള്ള ഒരു സമയത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ഒരു ഓപ്പൺ സ്പേസിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. MT ഉസ്താദുണ്ട്, വലിയുദ്ദീൻ ഫൈസി ഉസ്താദുണ്ട്, മോയിൻകുട്ടി മാഷ്, അങ്ങനെ സംസ്ഥയുടെ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്. അങ്ങനെ എല്ലാ നേതാക്കൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരോടൊക്കെ നമുക്ക് എന്താണ് ഈ സ്ഥലം സന്ദർശിച്ച ശേഷം എന്താണ് ഇതിൻ്റെ അഭിപ്രായം, ഇവിടെ ഒരു യോഗമൊക്കെ കഴിഞ്ഞിരുന്നു, എന്താണ് ആ യോഗത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്നൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. കോയമ്പത്തൂരിന് വേണ്ടിയാണ്, വാളയാറിൽ ആണ് സ്ഥല സൗകര്യം കിട്ടിയത് കൊണ്ട് അതിൻ്റെ ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് ഇവിടെ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ നമ്മളുടെ വലിയുദ്ദീൻ ഫൈസിൻ്റെയും ഇവരൊക്കെ സഹായം ഒക്കെ ഉൾപ്പെടുത്തി അതിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായതിൻ്റെ ഉദ്ഘാടനം നടക്കും. അതേപോലെ തന്നെ ഈ പുതിയ അധ്യയന വർഷത്തിൽ പുതിയ കുട്ടികളെ ചേർത്തുകൊണ്ടുള്ള ഉദ്ഘാടനം പ്രാവശ്യം നടത്തും. ഇവിടെ 2 വിധത്തിലുള്ള കുട്ടികളാണ് ചോർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ച് കുട്ടികളൊക്കെ മദ്രസയിൽ പോയി അത്യാവശ്യം എഴുതാനും വായിക്കാനൊക്കെ പഠിച്ച കുട്ടികൾ, 5ാം ക്ലാസ് വരെയും മറ്റൊക്കെ പഠിച്ച കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കുട്ടികൾക്ക് 8 വർഷം കൊണ്ടും തീരെ അക്ഷരം പഠിക്കാത്ത കുട്ടികളുണ്ടാവും. മതപരമായിട്ട് ഒന്നും അവർ പഠിച്ചിട്ടുണ്ടാവില്ല, ഭൗതികമായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു 2 വർഷം കൂടി അല്ലെങ്കിൽ 1-2 വർഷം കൂടിയും കൂട്ടിച്ചേർത്തുകൊണ്ട് 9-10 വർഷം കൊണ്ട് അവരെ നമ്മൾ ബാക്കിയാത്തു സാലിഹാത്തിലുള്ളതുപോലെ, ജാമിഅ നൂരിയയിലുള്ളതുപോലെ, നന്ദി ദാറുസ്സലാമിലുള്ളതുപോലെ, ദാറുൽ ഹുദയിലൊക്കെ ഉള്ളതുപോലെ, നമ്മുടെ കേരളത്തിലുള്ള ഉന്നത ഉപരിപഠന കലാലയങ്ങളിലുള്ളതുപോലെയുള്ള ഉന്നത ബിരുദം മതപരമായും അതോടുകൂടെ ഭൗതികമായിട്ടുള്ള ഉന്നത നിലവാരത്തിലുള്ള ഡിഗ്രികളും ഒക്കെ അവർക്ക് നൽകിക്കൊണ്ട് 2 നിലക്കും കഴിവുറ്റ വലിയ പണ്ഡിതന്മാരെ തമിഴ് മക്കളിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് അവരെ വാർത്തെടുത്ത് ഇവിടെ പ്രവർത്തന ദീനി ദഅവത്തിന് വേണ്ടി അവരെ ഇറക്കി ഇവിടെ വലിയ ഒരു ദീനീ രംഗത്ത് വലിയ ഒരു ചലനമുണ്ടാക്കുക, ഒരു ദഅവത്ത് നടത്തുക എന്നതാണ് നമ്മളിതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. തങ്ങളെ ഈ ഒരു ഇത് ഉമ്മറപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമ തമിഴ്നാട് നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് വാളയാറും ഒരു വലിയ വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ തുടങ്ങാൻ കുറിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ നോമ്പിന് പറങ്കിപ്പേട്ട നമ്മൾ തുടക്കം കുറിച്ച് പറങ്കിപ്പേട്ടയായിരുന്നു. അതിനുശേഷം തിരുപ്പൂർ, അതിനുശേഷം രാമനാഥപുരം, അതിനുശേഷം നമ്മളെ വാളയാറും കോയമ്പത്തൂർ കേന്ദ്രമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഈ ജൂണിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ സ്ഥാപനം കുട്ടികൾ വരും എന്ന പ്രതീക്ഷയിലും തുടക്കത്തിലുമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ സുപ്രധാനമായ പല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ഈ പദ്ധതിയുടെ വിജയത്തിലേക്കുള്ള പല സുപ്രധാനമായ കാൽവെപ്പുകളും തീരുമാനങ്ങളൊക്കെ ആയിക്കൊണ്ടാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഇത് വിദ്യാഭ്യാസ ബോർഡ് നേതാക്കളും ഇതിൻ്റെ തമിഴ്നാട് വിദ്യാഭ്യാസ സമിതി ഭാരവാഹികളും ഇരുന്ന ഈ ഒരു യോഗത്തിൽ
ഇതിൻ്റെ തുടർ പ്രവർത്തനത്തിന് വേണ്ടി ബഹുമാന്യനായ വലിയുദ്ദീൻ ഫൈസിയും വാഴക്കാട്ടെ മഹല്ല് കമ്മിറ്റിയും ഇന്ന് മറ്റൊരു കാര്യം കൂടി അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. അവർ നേരത്തെ നിർവഹിച്ചതിൻ്റെ പുറമെ ബാക്കിയുള്ള ഏതാനും തുക കൂടി അവർ വാഗ്ദത്തം ചെയ്യും. വൈകാതെ തന്നെ ഫണ്ട് സമാഹരണം നടത്തി ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനത്തിന് അവരുടേതായ വലിയ പങ്ക് നിർവഹിക്കാമെന്ന ഒരു സന്തോഷകരമായ ഒരു സാഹചര്യം കൂടി ഇന്നത്തെ യോഗത്തിനുണ്ടായിട്ടുണ്ട്. ഇനി എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, നമ്മൾ ഇവിടെ കൊടുത്ത ഓരോ രൂപയും അൽഹംദുലില്ലാ നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ പരിശുദ്ധമായ മണ്ണിൽ ഇറക്കി അൽഹംദുലില്ലാ. ഇനിയും നമ്മൾ ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ ബാക്കിയുള്ളതിലേക്കും സഹോദരന്മാർ എല്ലാവരും ചേർന്ന് നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഇതൊരു വലിയ സ്വാലിഹായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്തി തരട്ടെ. ആമീൻ. ഇവിടെ വന്ന് കണ്ടതിന് ശേഷം ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്? ഇത് കണ്ടതിന് ശേഷം എന്താണ് തോന്നിയത്? നേരെ പറഞ്ഞു കേട്ടതിനേക്കാൾ അപ്പുറത്തേക്ക് തോന്നിയോ? പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ അപ്പുറത്തേക്കുള്ളത്. അൽഹംദുലില്ലാ. സാധുക്കളായ ജനങ്ങളെ, പാവപ്പെട്ട ആളുകളെ അവരെ എങ്ങനെ മുഖ്യധാരയിലേക്ക് എത്തിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ സമസ്ത ആലോചിച്ചിട്ട് എടുത്തിട്ടുള്ളൊരു തീരുമാനം. വളരെ വലിയ പ്രതിഫലം അർഹിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗവാക്കാകാൻ പ്രിയപ്പെട്ട വലിയുദ്ദീൻ ഫൈസി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നൂറെ അജ്മീർ കുടുംബാംഗങ്ങൾക്കും വാഴക്കാട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിക്കും കഴിഞ്ഞു എന്നുള്ളത് വലിയ പ്രതിഫലാർഹമായ ഒരു കാര്യമായി ഞങ്ങൾ കാണുകയാണ്. അള്ളാഹു ഇരുലോകത്തും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. தமிழ்நாட்டில் சமஸ்த கேரள ஜமியத்துல் உலமாவுடைய சேவைகள் மிக சிறப்பாக நடந்து கொண்டிருக்கிறது. கேரளாவிலிருந்து வந்து தமிழ்நாட்டில் கல்வி புரட்சி நடத்தி கொண்டிருக்கிறது சமஸ்த கேரள ஜமியத்துல் உலமா. இதை வந்து தமிழ்நாட்டினுடைய உலமாக்கள் ரொம்பவும் வரவேற்கிறார்கள். அதற்காக நமக்கு தேவையான விஷயங்கள்லாம் செய்து கொடுக்கிறார்கள். பல காலங்களுக்கு முன்னால் இதற்குமே சப்போர்ட் செய்யாதவர்கள் நமக்காக வேண்டி இன்றைக்கு மிக வேகமாக இதற்காக வேண்டி சப்போர்ட் செய்கின்றார்கள். சமஸ்த கேரள ஜமியத்துல் உலமாவுக்காக வேண்டி அவர்கள் முன்மெடுத்து பல விஷயங்கள் செயல்பட்டு கொண்டிருக்கிறது. அல்ஹம்துலில்லாஹ், அல்லாஹ் அவர்களை ஏற்றுக்கொள்வானாக. இந்த நிகழ்ச்சியையும் இந்த விழாவையும் இந்த സംരംഭത്തെ അല്ലാഹ് ഏറ്റുകൊള്ളുവാനാക. അൽഹംദുലില്ലാഹ്, നമ്മൾ ഇതിന് പോരാൻ ഉദ്ദേശിച്ചിനി, പക്ഷേ അവിടുന്ന് ഉദ്ദേശിച്ചേക്കാൾ ഉപരി ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഉള്ളിൽ നിന്നുള്ളൊരു സന്തോഷം. കാരണം ഇങ്ങോട്ട് ഈ ഏരിയക്ക് ഇങ്ങനെ കടന്നു വരലും അവിടെ ഒരു സ്ഥാപനവും പിന്നെ എല്ലാം കൊണ്ടും അൽഹംദുലില്ലാഹ് റാഹത്തായി. പിന്നെ പ്രസംഗിച്ചവരൊക്കെ ഉള്ളിൽ സന്തോഷമുള്ളൊരു പ്രസംഗമാണ്. കാരണം തമിഴ്നാട് മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ വാഴക്കാട് മഹല്ലിന് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വാഴക്കാട് മഹല്ലിൻ്റെ ചെറിയൊരു ഭാരമായി എന്നുള്ളതിലേക്ക് അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട്. ആത്മനിർവൃതിയോടെ ബസ്സിൽ കയറി തിരിച്ചു വരുമ്പോൾ ഈ സംഘത്തോട് യാത്രാനായകന്റെ ചോദ്യം, ആ പ്രദേശത്തേക്കുള്ള കുഴൽ കിണർ നമ്മൾ വാഴക്കാട് മഹല്ല് കമ്മിറ്റിക്ക് നൽകിയാലോ? രണ്ടാമതൊന്നും ആലോചിക്കാതെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ആ പദ്ധതി പ്രദേശത്തേക്കുള്ള കുഴൽ കിണർ നമ്മുടെ വാഴക്കാട് മഹല്ല് കമ്മിറ്റി വക. നൽകിയിട്ടും പൂതി തീരാത്ത നൂറെ അജ്മീർ നായകനും അവരോടൊപ്പം എന്തിനും തയ്യാറായ നന്മയുള്ള വാഴക്കാട് മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും അവരുറക്കെ പറഞ്ഞു, ഇതാ നമ്മൾ നൽകിയ തഹിയ കൊണ്ട് ഇവിടം സമസ്ത സുഹൃതം തീർക്കുന്നു.